സംസ്ഥാനത്ത് കർശന നിയന്ത്രണങ്ങളോടുകൂടിയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചത്. ലൈസൻസ് നേടാൻ അതുകൊണ്ട് തന്നെ കടമ്പകളും ഏറെയാണ്. ഗ്രൗണ്ട് ടെസ്റ്റിൽ പാർക്കിംഗ്, കയറ്റിറക്കങ്ങൾ, വളവുതിരിവുകൾ എന്നിവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ പരിഷ്കാരം വന്നിരിക്കുന്നത്. ആ പരിഷ്കാരത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? പുതിയ പരിഷ്കാരത്തിന്റെ ആ മാനുവൽ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്. ഡ്രൈവിംഗ് ടെസ്റ്റിൽ സുപ്രധാനമായ തീരുമാനത്തിൽ ഒന്ന് ഗ്രൗണ്ട് ടെസ്റ്റ് പരിഷ്കരണമാണ്. കാർ ടെസ്റ്റിന് എച്ച് ഒഴിവാക്കി എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. നമ്മളൊക്കെ എച്ച് വരച്ചാണ് കാറിന് ലൈസൻസ് എടുത്തതെങ്കിൽ ഈ എച്ച് ഒഴിവാക്കിയിരിക്കുകയാണ്. പക്ഷേ എച്ചിന് പകരം കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ചുകൂടി വില്ലനായിട്ടുള്ള സാധനമാണ്. അതെന്താണെന്ന് കൂടി പറയാം. എച്ചിന് പകരം സിക്സാഗ് ഡ്രൈവിംഗ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ നേരെയും ചെരിച്ചും പാർക്ക് ചെയ്യുന്നത് ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, നേരത്തെ എളുപ്പത്തിൽ ഗ്രൗണ്ടിൽ തന്നെ ഒന്ന് ഓടിച്ച് റോഡിൽ കൂടി ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടും എങ്കിൽ ഇപ്പോൾ മാറ്റങ്ങൾ കൂടുതലായി വന്നിരിക്കുന്നു. ആംഗുലർ പാർക്കിംഗ്, പാരലൽ പാർക്കിംഗ്, സിക്സാഗ് ഡ്രൈവിംഗ് അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഉള്ള മാറ്റം എന്ന് പറയുന്നത് പ്രധാനമായും കയറ്റിറക്കങ്ങളാണ്. കയറ്റിറക്കങ്ങൾ അത് ഓടിച്ച് തന്നെ കാണിക്കണം. റിവേഴ്സ് ടെസ്റ്റിംഗ് ഉണ്ട്, റിവേഴ്സ് സ്റ്റോപ്പ് ഉണ്ട്, ഫോർവേഡ് സ്റ്റോപ്പ് ഉണ്ട്. ഇതെല്ലാം ചെയ്ത് കാണിച്ചാൽ മാത്രമേ ലൈസൻസ് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കടമ്പ കടക്കാൻ കഴിയൂ എന്ന് ചുരുക്കം. കാറിന്റെ ലൈസൻസിന് ഓട്ടോമാറ്റിക് വാഹനവും ഇലക്ട്രിക് കാറും ഒന്നും പറ്റില്ല. അതായത് കൃത്യമായിട്ട് തന്നെ ഗിയർ ഇട്ട് തന്നെ പോകണം. ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ആണിപ്പോൾ കൂടുതൽ പേരും വാങ്ങുന്നത്. പക്ഷേ അതുകൊണ്ട് ലൈസൻസ് എടുക്കാൻ പോയാൽ കാര്യമില്ല. ഇലക്ട്രിക് കാറും ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ വിഭാഗത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കേണ്ടത് കാൽപാദം കൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന ഗിയർ സെലക്ഷൻ സംവിധാനമുള്ള വണ്ടിയായിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം. 99 cc മുകളിലായിരിക്കണം വാഹനം. അതുപോലെ തന്നെ ഹാൻഡിൽ ബാറിൽ ഗിയർ സെലക്ഷൻ സംവിധാനമുള്ള മോട്ടോർ സൈക്കിൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിന്റെ വാഹനത്തിൽ ഡാഷ്ബോർഡ് ക്യാമറ സ്ഥാപിക്കണമെന്നുള്ള നിബന്ധനയും വരികയാണ്. ടെസ്റ്റ് റെക്കോർഡ് ചെയ്ത് ഡാറ്റ മോട്ടോർ വാഹന വകുപ്പിലെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റുകയും ഈ ഡാറ്റ 3 മാസം സൂക്ഷിക്കുകയും വേണം. പരിശീലനത്തിന് ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ കാലപ്പഴക്കം എന്ന് പറയുന്നത് 15 വർഷം, അതിനപ്പുറം പറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു നിബന്ധന. പഴക്കം ചെന്ന വാഹനങ്ങളൊക്കെ മെയ് 1-ാം തീയതിക്ക് മുൻപ് നീക്കം ചെയ്യണം എന്നുള്ള നിർദ്ദേശവുമുണ്ട്. കാർ ടെസ്റ്റിന് ഓട്ടോമാറ്റിക് ഗിയർ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വാഹനങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ മാറ്റങ്ങൾ അനവധിയാണ്. ഡ്രൈവിംഗ് സ്കൂളിലെ പരിശീലകരായി നിയമിക്കേണ്ടവർക്കും ചില നിബന്ധനകളുണ്ട്. യോഗ്യതയുള്ളവരെ തന്നെ നിയമിക്കണം, അല്ലാതെ ആർക്കും ആശാനാകാൻ പറ്റില്ല എന്ന് ചുരുക്കം. റെഗുലർ കോഴ്സായി മെക്കാനിക്കൽ എഞ്ചിനീയർ പാസ്സായിരിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. എത്ര പേർ ഇപ്പോൾ അങ്ങനെ പരിശീലിപ്പിക്കുന്നവരുണ്ട് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. വാഹനങ്ങൾ നിരന്തരം സഞ്ചരിക്കുന്ന റോഡിൽ തന്നെ റോഡ് ടെസ്റ്റ് നടത്തണം. അതായത് ആളൊഴിഞ്ഞ വഴിയിൽ കൂടി ഒന്ന് ഓടിച്ച് കാണിച്ച് ഒരു 100 മീറ്റർ പോയാൽ ലൈസൻസ് കിട്ടില്ല. കൃത്യമായി സഞ്ചാരമുള്ള പാതയിൽ കൂടി തന്നെ ഓടിക്കണം. ഗ്രൗണ്ടിൽ റോഡ് ടെസ്റ്റ് നടത്തിയാൽ ഉദ്യോഗസ്ഥന്റെ വീഴ്ചയായി കണക്കാക്കുകയും ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ കിട്ടാൻ എളുപ്പമല്ല ലൈസൻസ്. പുതിയ പരിഷ്കാരം അനുസരിച്ച് പഠിപ്പിക്കാനും പഠിച്ചെടുക്കാനും ലൈസൻസ് കിട്ടാനും കുറച്ച് പാടാണ്. അതുകൊണ്ട് തന്നെ ഈ പരിഷ്കാരങ്ങൾക്കെതിരെ ഈ സർക്കുലർ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ഇങ്ങനെ തുടരുമെന്ന് ചുരുക്കം. സർക്കുലർ മന്ത്രി പിൻവലിക്കുമോ? അത് നമുക്ക് കാത്തിരുന്ന് കാണാം.